ചില ദിവസങ്ങളിലുണ്ടല്ലോ നമ്മൾ ഭയങ്കര കാര്യമായിട്ടുണ്ടാക്കുന്ന ഫുഡുകൾ നല്ലോണം പാളിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് മിക്കവാറും ഞാൻ അത്രയും നന്നാവണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും അങ്ങോട്ട് സെറ്റാവാണ്ട് വരാറുണ്ട്. അതുപോലെയായിരുന്നു ഉപ്പയും ഉമ്മയും സൺഡേ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഓൾറെഡി ഫുഡൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു ചെറിയൊരു പിടി പോലെ ഉണ്ടാക്കാമെന്ന്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ നമുക്ക് സമയമൊന്നുമില്ല. ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കും, എപ്പോഴാണോ ഉണ്ടാക്കാൻ തോന്നുന്നത് അപ്പോഴൊക്കെ ഉണ്ടാക്കും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് കോഴിക്കറി ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു കുക്കറിൽ കുറച്ച് കോഴിക്കറി വെച്ചിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ഇതുപോലെ വാട്ടിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലങ്ങ് പരത്തിയെടുത്തു. പിന്നെ കോഴിക്കറി കുറച്ചുണ്ടായിരുന്നു, കുറച്ച് പീസൊക്കെ ഇട്ട് ഞാൻ ഒന്നും കൂടെ കറിയാക്കാൻ റെഡിയാക്കി കേട്ടോ. മക്കളിതാ ഉമ്മാനും ഉപ്പാനും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക, ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റിയുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ചായ റെഡിയാക്കുന്നുണ്ട്, എല്ലാം ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറി സെറ്റായപ്പോൾ ഞാനിതുപോലെ കറിയിലേക്ക് ഞാൻ ഇതിട്ട് കൊടുത്തു. ഈ ഒരു സമയത്ത് തന്നെ എനിക്കിത് ചെറുതായിട്ടൊന്ന് പാളിയതായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഗോതമ്പ് പൊടിയിൽ കുറച്ച് വെള്ളം കൂടിയതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കറിയായിട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കൂടെ ചതക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങ് കുഴഞ്ഞു പോയി കേട്ടോ. വെള്ളം കൂടിയതാണ് സംഭവം പ്രശ്നമായത്. അപ്പോൾ എപ്പോഴും ഫുഡൊക്കെ നന്നാവണമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ, ഇടയ്ക്കതാ ഇതുപോലെയൊക്കെ സംഭവിക്കുമല്ലേ.